ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കഴിഞ്ഞ സ്റ്റാറ്റിൻ്റെ അകത്തിലെ ഒരു ബാലൻസാണ്. ജോമെട്രിക് മീൻ, അരിത്മാറ്റിക് മീന്, അതുപോലെ തന്നെ നമ്മൾ ഹാർമോണിക് മീനൊക്കെ പഠിച്ചു. അതിന് ശേഷമുള്ളൊരു ഭാഗമാണ്. ഇതും വലിയ പ്രാധാന്യമൊന്നുമില്ല, ഡിഗ്രിക്കാർക്കൊക്കെ ചോദിക്കുക, അത്രയേ ഉള്ളൂ, പ്ലസ് വണ്ണിനൊന്നും കാണത്തില്ല. പിന്നെ ഇത് ഈ പ്രൊഡക്ഷൻ്റെ അകത്തിലെ പ്രോഫിറ്റുകൾ, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷനുകൾ, ഇതിൻ്റെ അകത്തിലുണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസ്, അത് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ, അതാണ് ജോമെട്രിക് മീൻ. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അതായത് ലോഗരിതം ടേബിൾ വേണം. ഇവിടെ കറക്റ്റ് വാല്യൂ കണ്ടെത്താൻ നമുക്ക് ലോഗരിതം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ലോഗരിതം കണ്ടെത്തുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഈ കണക്കിൻ്റെ സൗകര്യാർത്ഥം ഞാനത് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞും തരാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ ഇതും 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് വരുമ്പോൾ ഇത് ആൻറ്റി ലോഗ്, അതായത് ലോഗരിതം ഞാൻ പറഞ്ഞു, ലോഗരിതമുണ്ട്, ആൻറ്റി ലോഗരിതമുണ്ട്. അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. അവിടെ എൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസാണ്, സ്മോൾ ലെറ്ററാണ്, നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ, വാല്യൂസാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് 5, 8, 10, 12 4 നമ്പർ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ലോഗരിതം നമുക്ക് എടുക്കണം. ലോഗരിതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലോഗരിതം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5, 3, 2, 1 ഇങ്ങനൊരു നമ്പർ കിട്ടിയാൽ 4 ഡിജിറ്റ് ഉണ്ട്. അത് ലോഗരിതം കാണുമ്പോൾ ഈ എത്ര ഡിജിറ്റ് ഉണ്ടോ അതിലൊന്ന് കുറച്ചെഴുതണം. അതായത് ഇപ്പം 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് കുറയും, അപ്പം 3 എന്ന് പറയും. ആ 3നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും, ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഓർത്തോണം, 4 നമ്പർ വന്നാൽ 3 ഇട്ടിട്ട് പോയിൻ്റ് കൊടുക്കണം. പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ലോഗരിതം ടേബിളിൻ്റെ അകത്തിൽ ഇതിൻ്റെ വാല്യൂ കാണണം. ആ വാല്യൂ നമ്മളിവിടോട്ട് റൈറ്റ് സൈഡിലോട്ട് എഴുതും. അതിനെ നമ്മൾ മാൻഡിസ എന്ന് പറയും. ഇങ്ങനെ 2 പാർട്ടാണ്. ഫസ്റ്റ് ഇൻ്റഗ്രൽ പാർട്ടിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്നും, രണ്ടാമത് ഡെസിമൽ ഫാക്ടേഴ്സ് അല്ലെ ഡെസിമൽ ഫ്രാക്ഷന് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളതിനെ മാൻഡിസ എന്നും വിളിക്കുന്നത്. 2 പാർട്ടാണ് ലോഗരിതത്തിൻ്റെ അകത്തിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം 3 ഉള്ളെങ്കിൽ, 3 ഡിജിറ്റ് ഉള്ളെങ്കിൽ നമ്മളവിടെ ക്യാരക്ടറിസ്റ്റിക്ക് 2 പോയിൻ്റ് എന്ന് എഴുതും. ഇനി 2 ഉള്ളെങ്കിൽ അതിലൊന്ന് കുറച്ച് 1 എന്ന് എഴുതും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ഈ കൂട്ടത്തിൽ. അപ്പോഴേ ഇങ്ങനെയാണ് നമ്മൾ ലോഗരിതം ടേബിൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വാല്യൂ 5 ആണ്. അതാകെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0, അതാണ് 0 പോയിൻ്റ്. അത് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്ക് കഴിഞ്ഞാൽ ഉടനെ പോയിൻ്റ് ഇട്ടോണം. എന്നിട്ട് 5ൻ്റെ ലോഗരിതം, നിങ്ങളുടെ കയ്യിൽ ലോഗരിതം ടേബിൾ എടുക്കണം. ലോഗരിതം ടേബിൾ എടുക്കുമ്പോൾ ആ ലോഗരിതം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതൽ 99 വരെയുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്നത് മുതൽ ഇങ്ങോട്ടുണ്ട്. അപ്പം നമ്മുടേതെന്ന് പറഞ്ഞാൽ 5 ഒരു സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അതിൻ്റെ റൈറ്റിൽ 0 ഉണ്ടെന്ന് ഓർത്തണം. 5 എന്ന് പറഞ്ഞാൽ 50ൻ്റെ 0 എടുക്കുക, 6 എന്ന് പറഞ്ഞാൽ 60ൻ്റെ 0, 1 എന്ന് പറഞ്ഞാൽ 10, ഇങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് നമ്മൾ 50ൻ്റെ 0 എടുക്കണം. അപ്പോൾ 50ാമത്തെ കോളം എടുത്തു, അതിൻ്റെ 0 6.90 എന്ന് പറയും. 6.690. അപ്പോൾ 0 ഒരു ഡിജിറ്റ് കുറച്ചപ്പോൾ 0 പോയിൻ്റ്. ഇനിയും 50ൻ്റെ 0 എന്ന് പറയുന്നത് എത്രയാണ്? 6.990. അപ്പോൾ നമ്മൾ 0.6990. അടുത്ത നമ്പർ 8 ആണ്. ഒരു ഡിജിറ്റേ ഉള്ളൂ, 1 കുറച്ചെഴുതുമ്പോൾ 0 തന്നെ. എന്നിട്ട് 8 എന്ന് പറയുമ്പോൾ 80ൻ്റെ 0 എടുക്കണം. 80ൻ്റെ 0 എടുക്കുമ്പോൾ 9031 എന്ന് വരും. അടുത്ത 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ഉണ്ട്. 2 ഡിജിറ്റ് ആകുമ്പോൾ 1 കുറച്ചെഴുതുമ്പോൾ 1 റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ 1 പോയിൻ്റ് എന്ന് പറയും. 2ൽ 1 കുറയ്ക്കുമ്പോൾ 1 പോയിൻ്റ്. 10ൻ്റെ 0 നോക്കിയാൽ മതി, കംപ്ലീറ്റ് 0 ആണ്. അത് 000. അടുത്തത് 12 ആണ്. 12ന് 2 ഡിജിറ്റ് ആണ്. 1 ഡിജിറ്റ് റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ 1 പോയിൻ്റ്. 12ൻ്റെ 0 കാണണം. 12ൻ്റെ 0 അവിടെ ഉണ്ട്, 0792. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1, 2, 1, 3, അതുപോലെ 9, 3, 12, 12, 9, 21, ശിഷ്ടം 2, 9, 2, 11, 7, 18, ശിഷ്ടം 1, 6, 1, 7, 9, 7, 16, ശിഷ്ടം 1.
2 3 കണ്ടോ, ഇതിൻ്റെ കൂടെ ആ ശിഷ്ടം ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 3.6813 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ആൻറ്റിലോഗ് 3.68 നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. 3.6813 ഡിവൈഡഡ് ബൈ n, സ്മോൾ ലെറ്റർ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റമാണ്, n 4 അപ്പോൾ ഇനിയും 3.6813 ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആൻസർ 0.9203. ഇനി അതിൻ്റെയാണ് നമ്മൾ ആൻറ്റിലോഗരിതം. ആൻറ്റിലോഗരിതം അടുത്ത പേജ് എടുത്തോണം. ആൻറ്റിലോഗരിതം പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0.00 മുതൽ 0.99 വരെ അടുത്ത പേജിൽ കിടപ്പുണ്ട്. അപ്പോൾ 0.92 എടുക്കണം. 0.92 റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്. 0.92ൻ്റെ 0 എടുത്തു. 0.92ൻ്റെ 0 എന്ന് പറയുന്നത് 8318 ആണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 8318. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4ാമത്തെ ഡിജിറ്റ് നോക്കണം. അതിനെ മീൻ ഡിഫറൻസ് എന്ന് പറയും. 4ാമത്തെ അത് നോക്കിയാലും ഇല്ലെങ്കിലും പിന്നെ ആൻസറിൻ്റെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം. 3 ആ 0.92ൻ്റെ റൈറ്റ് സൈഡിൽ മീൻ ഡിഫറൻസ് കിടപ്പുണ്ട്. ആ മീൻ ഡിഫറൻസ് മേളിൽ 3 അത് താഴോട്ട് വന്ന് ഈ 0.92ൻ്റെ നേരെ നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6 ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മീൻ ഡിഫറൻസിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 8324 8324 എന്ന് കിട്ടി. ഇനി നമ്മൾ പിന്നെ ഇതിൻ്റെ ആൻറ്റി ലോഗരിതം കാണുമ്പോൾ മുമ്പേ ലോഗരിതത്തിൻ്റെ അകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കുറച്ചാണ് നമ്മൾ എഴുതിയത്. ആൻറ്റി ലോഗരിതത്തിൻ്റെ അതിൽ ഒന്ന് കൂട്ടി എഴുതണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തിലെ വ്യത്യാസം. ഇവിടെ ഇപ്പോൾ നോക്ക് 8324 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പോയിൻ്റ് റൈറ്റിലാണ്. 0.92 ആണ്. അപ്പോൾ പോയിൻറ്റിൻ്റെ ഇടത്ത് സൈഡ് നമ്പർ ഇല്ല. നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഒന്നുകൂടെ കൂട്ടിയിടണം. അപ്പോൾ ഒരു പോയിൻ്റ് കവർ ചെയ്തിടുമ്പോൾ 8.324. ഇപ്പോൾ 0.92 ആണ്. അപ്പോൾ 0.92 ആയപ്പോഴാണ് നമുക്ക് കിട്ടിയ ഉത്തരം 8324. അപ്പോൾ പോയിൻറ്റിൻ്റെ ഇടത്ത് ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൻറ്റി ലോഗരിതത്തിൻ്റെ അതിൽ ഒരു ഡിജിറ്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കുത്തണം. കണ്ടോ? അപ്പോൾ 8.3 അല്ലേ 32. ഇനിയും നേരെ മറിച്ച് ഇത് 1.92 ആയിരുന്നെങ്കിലോ 1 പോയിൻ്റ്. അപ്പോൾ പോയിൻറ്റിൻ്റെ ഇടത്ത് സൈഡ് 1 കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ അതിൽ ഒന്നുകൂടെ കൂട്ടണം. 2 ഡിജിറ്റ് വലത്തോട്ട് മാറ്റി കുത്തണം. അപ്പോൾ 83.24 ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. അത്രയുള്ള സംഭവം 8.32. ഇനി അടുത്ത ഡിസ്ക്രീറ്റ് സീരീസാണ് ആൻറ്റി ലോഗ് ഓഫ് എത്ര? സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എൻ. എഫ് തരും. എഫ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എൻ. ക്വസ്റ്റ്യൻ അത് തന്നെ, പഴയത് തന്നെ. ഏതാണ്ട് എക്സ് ഞാൻ തന്നിട്ടുണ്ട് 5, 8, 10, 12. അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ഞാൻ തന്നു 2, 3, 4, 1. നമ്മൾ ആ ഫ്രീക്വൻസി എല്ലാം കൂടെ ആദ്യം ആഡ് ചെയ്തു. നമ്പർ 10 കിട്ടി. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ലോഗ് എക്സ് കാണണം. ലോഗ് എക്സ് നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇത് റിപ്പീറ്റ് അടിക്കണ്ട. അപ്പോൾ ലോഗ് എക്സ് മേളിൽ നിന്ന് കീപ്പോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോഗ് എക്സിനെ ഓരോന്നിനെയും ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എഫ് ഇൻറ്റു ലോഗ് എക്സ്. ഓരോ ഫ്രീക്വൻസിയും ഈ ലോഗരിതം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 2 ആണ്. ആദ്യത്തെ ലോഗരിതം 0.6990. അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.3980. രണ്ടാമത്തെ ഫ്രീക്വൻസി 3 ആണ്. അതിനെ 0.9031 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ 2.7093. എല്ലാം നോക്കിക്കോണം. എന്തായാലും മൈനറായിട്ടല്ല, യാതൊരു കാരണവശാലും ഞാൻ തെറ്റ് വരുത്തത്തില്ല. എങ്കിൽ പോലും ശ്രദ്ധിച്ചോണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ അത് പറഞ്ഞല്ലോ. അടുത്ത 4 ആണ്, ഫ്രീക്വൻസി 4. അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 പോയിൻറ്റ്. അടുത്തതെന്ന് പറഞ്ഞ ഫ്രീക്വൻസി 1 ആണ്. അതിനെ 1.0792 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് തന്നെ 1.0792. എന്നിട്ട് അത് ആഡ് ചെയ്യുന്നു മുമ്പിലത്തെ പോലെ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 9.1865 മേളിൽ നിന്ന് കീപ്പോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻറ്റി ലോഗ് ഓഫ് 9.1865 ഡിവൈഡഡ് ബൈ എൻ. വലിയ എൻ ആണ്. വലിയ എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ടോട്ടലാണ് 10. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 0.9186. 0.9186. ഇനി മുമ്പിലത്തെ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 0.91ൻ്റെ ആൻറ്റി ലോഗരിതം എടുക്കണം. 0.91ൻ്റെ ആൻറ്റി ലോഗരിതം എന്ന് പറഞ്ഞാൽ 8
.91ൻ്റെ എട്ടാമത്തെ കോളം എടുക്കണം. .91 വലത്തോട്ട് നോക്കണം. എട്ടാമത്തെ കോളം 82 79 താണ്ട് കിടക്കുന്നു. 8279. എന്നിട്ട് അതിൻ്റെ മീൻ ഡിഫറൻസ് 6 വലത്തോട്ട് നോക്കണം. ആറാമത്തെ കോളം താഴോട്ട് വന്ന് ഈ 91.91ൻ്റെ നേരെ വരുമ്പോൾ 11 കിട്ടും മീൻ ഡിഫറൻസ്. അപ്പോൾ അത് കൂട്ടിയപ്പോൾ 82 90 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ 82 90. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോയിൻറ്റിൻ്റെ അടുത്ത് ഒന്നുമില്ല, ഡിജിറ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് ആൻസറിൽ ഒരു സ്ഥാനം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റി പോയിൻ്റ് ചെയ്യണം. അപ്പോൾ 8.29 എന്ന് കിട്ടും. 8.29. ഇവിടെ ഇപ്പോൾ ഈ മീൻ ഡിഫറൻസ് കൂടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൻസർ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ 8.29. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാമല്ലോ, കണ്ടിന്യൂസ് സീരീസ് മിഡ് പോയിൻ്റ് എടുക്കുമ്പോൾ അത് ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിനും ഉള്ളത്. അവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് 0 20 20 40 40 60 60 80. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 2 3 4 1 10. ഇനി മിഡ് എക്സ് നമ്മൾ എടുക്കണം. 20 0 പകുതി 10, 40 20 60 പകുതി 30, 60 40 100 പകുതി 50, 8 6 14 പകുതി 70. ഓക്കെ. ഇനി ലോഗ് എക്സ്, ഈ ഓരോന്നിൻ്റെയും, അതായത് ഓരോ മിഡ് എക്സിൻ്റെയും ലോഗരിതം കാണണം. 10 2 ഡിജിറ്റ് ഉണ്ട്, 1 കുറയ്ക്കുമ്പോൾ 1.10ൻ്റെ 0 എടുത്താൽ മതി. അടുത്ത 30 2 ഡിജിറ്റ്, 1 കുറച്ചിട്ട് 1.30ൻ്റെ 0 എടുത്താൽ മതി. 30ൻ്റെ 0. അപ്പം 4771. അടുത്തത് 50 ആണ്. 50 2 ഡിജിറ്റ്, ഒരെണ്ണം കുറച്ച് ക്യാരക്ടറിസ്റ്റിക് 1.50ൻ്റെ 0 എടുത്താൽ മതി. അപ്പോൾ 5990. അടുത്ത 70 ആണ്. 2 ഡിജിറ്റാണ്, 1 ഡിജിറ്റ് കുറയ്ക്കുമ്പോൾ 1.70യുടെ 0 എടുക്കുക. 8451 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ എഫിനെ ഓരോന്നിനെയും ഇപ്പം കിട്ടിയ ലോഗ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എഫ് എത്രയാണ്? 2 ആണ്. ലോഗ് എക്സ് 1, 2 × 1 2 തന്നെ. അടുത്ത എഫ് എന്ന് പറയുന്നത് 3 ആണ്. ലോഗ് എക്സ് 1.4771 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.4313 എന്ന് കിട്ടും. ഇനി അടുത്തത് 50 ആണ്. 50 എന്ന് പറയും, 50 അല്ല, 4 ആണ്. ഫ്രീക്വൻസി 4 ആണ്. 4നെ 1.6990 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 6.7960. ലാസ്റ്റ് 1 ആണ്. അതിനെ 1.8451 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും. ഇനി മുമ്പിലത്തെ പോലെ മേളിൽ നിന്ന് കീബോർഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15.0724 എന്ന് കിട്ടും. അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് 15.0724 ഡിവൈഡഡ് ബൈ 10 ആണ്. ഓക്കെ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1.5072. ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ ആൻറ്റി ലോഗരിതം പോയിൻറ്റിന് ശേഷമുള്ളത് എടുക്കാവും. അപ്പോൾ 50.50ൻ്റെ 7ാമത്തെ കോളം എടുക്കണം. 50 മേളിൽ കിടപ്പുണ്ട്. 50.50ൻ്റെ 7ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 3214 ആണ്. 3214. ഇനി അതിൻ്റെ മീൻ ഡിഫറൻസ് 2 ആണ്. വലത്തോട്ട് നോക്കണം. 2ാമത്തെ കോളത്തിൻ്റെ താഴെ ഇതിന് നേരെ 9.50 നേരെ 1 കിട്ടും. അപ്പോൾ 3214 എന്നുള്ള ആ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 3215. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 3215 എഴുതി. ഇവിടെ നമുക്ക് 1 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ 1 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻസറിൽ 2 ഡിജിറ്റ് വലത്തോട്ട് മാറ്റി പോയിൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ 32.15 എന്ന് കിട്ടി. ഓക്കെ. ഇതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ചുമ്മാ വളരെ അപൂർവമായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കണക്കാണിത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. അതായത് നമുക്ക് ഈ മീനിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അർത്തമാറ്റിക് മീന്, കമ്പൈൻഡ് മീന്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൊച്ചെണ്ണം കൂടെ ഉണ്ട്, വെയ്റ്റഡ് മീൻ എന്ന് പറയും. വെയ്റ്റഡ് നേരത്തെ ഞാൻ നോട്ടിൻ്റെ അകത്ത് പറഞ്ഞ വെയ്റ്റഡ് മീൻ. വെയ്റ്റഡ് മീൻ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ WX ഡിവൈഡഡ് ബൈ സിഗ്മ W. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റത്തിന് ഓരോ വെയിറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരമായിക്കോട്ടെ, നമുക്ക് ഓരോ വിഷയത്തിന് കിട്ടുന്ന മാർക്കായിക്കോട്ടെ, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അതിന് ഓരോന്നിനും നമ്മൾ ഓരോ ഇമ്പോർട്ടൻസ് കൊടുക്കും. 1ാം സ്ഥാനം 2ാം സ്ഥാനം. അങ്ങനെ ആ ഇമ്പോർട്ടൻസിനെയാണ് W എന്ന് പറയുന്നത്. തരുന്ന വാല്യൂ X. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. ഒരു കുഞ്ഞു കണക്കൂടെ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6, 8, 10 ചെറിയൊരു കണക്ക് 6, 8, 10 അത് അതിൻ്റെ വെയിറ്റ് ഇട്ടിരിക്കുന്നത് വെയിറ്റ് ഇട്ടിരിക്കുന്ന 1, 1, 2. ആദ്യം നമ്മൾ വെയിറ്റ് കൂട്ടണം. വെയിറ്റ് എത്ര കിട്ടും? 4 കിട്ടും. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ WX എഴുതി. ഓരോ ഡബ്ല്യുവിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 6, 6, 1 8, 8, 2 10, 20. എന്നിട്ട് അത് കൂട്ടണം. 2 6 14, 2 1 3 34 എന്ന് കിട്ടി. അപ്പോൾ 34. ഇനി ഇക്വേഷൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സിഗ്മ WX ഡിവൈഡഡ് ബൈ സിഗ്മ W എന്ന് പറഞ്ഞാൽ 34 ഡിവൈഡഡ് ബൈ എത്ര? 4 സമം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 8.9. 8.9 ഓർത്തോണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 4 8.9. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഏരിയയോട് ഇതിൻ്റെ അകത്ത് ചുമ്മാ ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തിലൊന്ന് ഓർത്തിരുന്നോണം. വെയ്റ്റഡ് അർത്തമാറ്റിക് മീൻ അല്ലെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളോടുകൂടി അർത്തമാറ്റിക് മീനുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്ത ഇനി മീഡിയൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.